അസ്സലാമു അലൈക്കും നല്ലൊരു അടിപൊളി ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഹെൽത്തിയാണ്, കൂടാതെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് എന്ന് പറയുന്നത്. ടെൻഡർ കോക്കനട്ട് ഉള്ളതുകൊണ്ട് മാത്രമല്ല, അതിൽ ചേർക്കുന്ന ഈ അഗർ അഗർ എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലേ, അതാണ് നമ്മുടെ ചൈന ഗ്രാസ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയിരുന്നാലും വലിയവരുണ്ടായിരുന്നാലും എല്ലാവരുടെയും വയറ്റിന് നല്ലതാണ്, നല്ലൊരു സംഭവമാണത്. ആദ്യം ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഡർ കോക്കനട്ട് തന്നെയാണ്. കുറച്ചൊന്ന് മൂത്തോ കേട്ടോ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ ചൈന ഗ്രാസാണ്, അതൊരു 150 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിക്ക് വെള്ളം, ഒരു കവർ പാല്, മിൽക്ക് മെയ്ഡ്, ആവശ്യത്തിന് പഞ്ചസാര. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ ടെൻഡർ കോക്കനട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അതങ്ങ് മാറ്റി വയ്ക്കും. പിന്നെ വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കുറച്ച് അഗറും കൂടെ ഇട്ട് അത് കൊമ്പരാനായിട്ട് അതും അങ്ങ് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ ആദ്യം വേണ്ടത്. ഇനി നമുക്ക് ഇതിലുള്ള ജെൽ ഫോം ഉണ്ടാക്കിയെടുക്കാം. ജെൽ ഫോം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു പാനിൽ നമ്മുടെ ഈ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത്, ഞാൻ ഇപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മുടെ ഈ അഗർ ചേർത്ത് മിക്സാക്കിയാണ് നമ്മൾ ആദ്യം ജെൽ ഫോം ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ കൊമ്പരാൻ വെച്ച ഈ അഗർ ഇതിലോട്ട് മിക്സ് ചേർത്ത് കൊടുക്കണം. അഗർ ചേർത്ത് ഒരു 2 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ അത് നന്നായിട്ട് മെൽട്ടാവാൻ തുടങ്ങും. ഈ മെൽട്ടായത് ഈ ചൂടോടുകൂടി തന്നെ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരുമ്പോഴേക്കും ആ ചൂടോടുകൂടി തന്നെ ഒരു സ്റ്റീൽ അരിപ്പിൽ അരിച്ച് ഒരു പരന്ന പാത്രത്തിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. പിന്നെ സെറ്റാക്കാൻ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പുറത്ത് വെച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ. അടുത്തതായിട്ടൊരു പാനിൽ ഒരു കവർ പാല് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് വേണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാനിൽ ഇതേ ടൈമിൽ തന്നെ വേറൊരു പാനിൽ കുറച്ച് അഗറും കൂടെ മെൽറ്റ് ചെയ്യാൻ വെക്കണം. അത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതാണ്. കാരണം അഗർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുഡിങ്ങിനെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് മെൽട്ടാവുന്ന ടൈമിൽ നമ്മുടെ ഈ പാലൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം പാലൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പുറത്തെടുത്തിട്ട് നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ച് വെച്ചില്ലേ, നല്ല പേസ്റ്റായിട്ട് അടിച്ച് വെച്ചാൽ നമ്മുടെ ഈ കരിക്ക് നമ്മൾ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ചേർത്ത് ആ ലിംസൊക്കെ ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതൊരു ഹെൽത്തി പുഡിംഗ് അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പോമഗ്നേറ്റ് ജ്യൂസും കൂടെ അടിച്ച് ഇതിൻ്റെ കൂടെ ഒഴിക്കുകയാണേ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ അഗറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്യാൻ ആദ്യം നമ്മുടെ ഈ ജെൽ ഫോമിനൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പുഡിംഗ് പ്രോസസ്സിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഈ പുഡിംഗ്, ഈ ഒരു ജെൽ ഫോം ഇങ്ങനെ കട്ട് ചെയ്യാൻ. എന്നിട്ട് അതിനെ ഒരു സ്പാച്ചുല എന്തെങ്കിലും യൂസ് ചെയ്ത് അതിനെ എടുക്കുമ്പോഴേക്കും അതിങ്ങനെ ക്യൂബ് പീസസ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ബേസിൽ ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ പുഡിംഗ് കഴിക്കുമ്പോൾ ഈ ഒരു ജെൽ ഫോം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിലാണ് കൂടുതൽ ഈ അഗറിൻ്റെ പ്രോപ്പർട്ടി കൂടുതലായിട്ടുള്ളത്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ പുഡിംഗ് പാൻ എടുക്കുക. പുഡിംഗ് പാനിലോട്ട് നമുക്ക് ജെൽ ഫോം തന്നെ ഇട്ട് കൊടുക്കാം. ജെൽ ഫോം ഒന്ന് നന്നായിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ആദ്യം ടെൻഡർ കോക്കനട്ടും ഞാൻ ക്യൂബ് പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് മാതളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടൊരു ഭംഗി കുറച്ച് മാതളം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാതളത്തിൻ്റെ ആ ഒരു അല്ലികളും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ചൂടൊക്കെ ആറി കുറച്ചൊന്ന് സെറ്റായിരിക്കുന്ന നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സില്ലേ, ആ ഒരു ഇതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, സംഭവം സെറ്റ്. ഇനി ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഇതൊന്ന് ആറാൻ വെച്ച് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ, കുറച്ചൊന്ന് ആറിയതിന് ശേഷം മാത്രമാണ് ഈ നട്ട്സിൻ്റെ ഈ ഒരു വാരിയിടൽ നിങ്ങൾ കാണുന്നത്. അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. അല്ലാതെ ആദ്യമേ കയറി എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ പോയാൽ എല്ലാം കൂടെ കൊമ്പ് അതിൻ്റെ അകത്ത് മുങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് ആറുമ്പോൾ തന്നെ അതങ്ങ് സെറ്റ് ആയിക്കോളും. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് തണുപ്പൊന്ന് ആറുമ്പോഴേക്കും അതങ്ങ് ഇരുന്ന് സെറ്റ് ആയിക്കോളും. അതിനുശേഷം ഇതെല്ലാം ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇത്. പാത്രത്തിൽ ഫുഡ് തീർന്നത് ഞാൻ അറിഞ്ഞില്ല, അത്രയ്ക്ക് ടേസ്റ്റായിട്ട്
എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇങ്ങനെ ഒരു സീസണിൽ മാത്രം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡല്ല. എപ്പോൾ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്നാണ്. നമ്മളെ മക്കൾക്കായിരുന്നാലും ഉണ്ടാക്കി കൊടുക്കാം, നമ്മുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് അവരെ ഇങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നല്ല തണുപ്പിച്ച് കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ഫ്രം ഗൾഫ് ഹൗസ്.